ഇതര സംസ്ഥാന വാഹനങ്ങളിലൂടെ ജില്ലയിലേക്ക് ലഹരി എത്തുന്നതായുള്ള സൂചനയെ തുടർന്ന് അതിർത്തി മേഖലയിൽ വ്യാപക പരിശോധനയുമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ചിന്നക്കനാൽ മുതൽ കുമളി വരെയുള്ള മേഖലയിലാണ് ഇടതടവില്ലാത്ത പരിശോധനകൾ പുരോഗമിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിലും സമാന്തര പാതകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധനയും നടക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന വാഹനങ്ങൾ വഴിയാണ് പ്രധാനമായും ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തുന്നതെന്നാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിലും ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ, വിനോദസഞ്ചാര സാധ്യതകളുള്ള മേഖലകൾ, ചെക്ക് പോസ്റ്റുകൾ, സമാന്തര പാതകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാമക്കൽമേട്, ചിന്നക്കനാൽ ഭാഗങ്ങളിൽ എക്സൈസ് വകുപ്പ് കർശനമായ പരിശോധന നടത്തി വരുന്നുണ്ട്. എല്ലാ സമയത്തും തന്നെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നുള്ളൊരു പ്രത്യേക ടീം നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം 2 ഓഫീസുകൾക്ക് ചുമതല വരുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറും ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നതാണ്. രാത്രികാല പരിശോധന ഉൾപ്പെടെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വരുന്ന സമാന്തര റൂട്ടുകളും ഇതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നും നടന്നു കയറി വരുന്ന റൂട്ടുകളുമൊക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ കടന്നു വരുന്ന വാഹനങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പരിശോധനകൾ ഇടയ്ക്ക് നടത്താറുണ്ട്. കൂടാതെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിലൊക്കെ ജാഗ്രതാ സമിതികൾ കൂടി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പരിശോധനയും നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. മയക്കുമരുന്ന് കേസുകൾ പിടിക്കുന്ന 23 വയസ്സിൽ താഴെയുള്ള പ്രതികൾക്ക് പ്രത്യേക കൗൺസിലിങ്ങും ആവശ്യമെങ്കിൽ ചികിത്സയും നടത്തുന്നുള്ള സംവിധാനമുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട്. 24 മണിക്കൂറും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ തുടരുവാനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇതിനോടൊപ്പം തന്നെ വ്യാജമദ്യ വേട്ടയും എക്സൈസ് സംഘം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടുമ്പൻചോലയിൽ നിന്നും വ്യാപകമായാണ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.